മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് വനിതാ ദിനമാണ്. ധന്യമായിട്ടുള്ള ഭാരതീയ സങ്കല്പത്തിലെ സ്ത്രീ ചൈതന്യം ഭാരതത്തിലെ ഭാര്യയൊഴികെ ബാക്കി എല്ലാവരെയും അമ്മമാരായിട്ട് കാണുന്ന മാതൃവത് പരദാരീഷു, മറ്റ് സ്ത്രീകളിൽ അമ്മയായിട്ട് കാണുന്ന ഒരു സംസ്കാരം നമ്മൾ പ്രായോഗികമായിട്ട് ജീവിതത്തിൽ പകർത്തിയതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ ചെന്ന് ഭിക്ഷ ചോദിക്കുന്ന ഭിക്ഷക്കാർ പോലും അച്ഛാ ധർമ്മം തരണേ എന്നല്ല പറയാ, അമ്മയെ ധർമ്മം തരണേ എന്നാ പറയാ. ആന്ധ്രയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും എല്ലാം ചെറിയ പെൺകുട്ടികളെ പോലും അമ്മ ഇങ്ങ വാങ്ങുമെന്നാ പറയാ, ഇക്കടാ അമ്മ എന്നാ വിളിക്കുക. ചെറിയ കുട്ടികളെ പോലും. ധന്യമായിട്ടുള്ള മാതൃസങ്കല്പം. ഈ ഭൂമിയിൽ ജനിച്ച സർവ്വതും അമ്മയുടെ രക്തത്തിൽ നിന്ന്, അമ്മയിൽ നിന്ന് ഊർജവും അമ്മയിൽ നിന്ന് സർവ്വതും സ്വീകരിച്ച് ആണ് വരിക. ഞാൻ എന്നും പറയാറുണ്ട്, അച്ഛനേക്കാൾ മഹത്വം അമ്മയ്ക്കാണ്, സഹോദരനേക്കാൾ മഹത്വം സഹോദരിക്കാണ്, മകനേക്കാൾ മഹത്വം മകൾക്കാണ്, അതേപോലെ തന്നെ ഭർത്താവിനേക്കാൾ മഹത്വം ഭാര്യയ്ക്കാണ്. ഭാരതത്തിൽ ഗോമാതാവ് എന്ന സങ്കല്പം, ക്വാളിറ്റി കുറഞ്ഞ ഭക്ഷണം കഴിച്ച് ക്വാളിറ്റി കൂടിയ പാല് നമ്മളെ സംരക്ഷിക്കുന്നവർക്ക് കൊടുക്കുന്ന ഗോമാതാവ്. ഭാരതം എന്ന രാഷ്ട്രത്തെ നമ്മൾ ഭാരത മാതാവ് എന്നാ പറയാം, ഗംഗയെ ഗംഗാ മാതാവ് എന്നാ പറയാം, പ്രകൃതിയെ പ്രകൃതി മാതാവ് എന്നാ പറയാം. ആ സങ്കല്പം പാശ്ചാത്യ ലോകവും എടുത്തിരിക്കുന്നു. പ്രൊട്ടക്റ്റ് മദർ എർത്ത് എന്നാണ് ഇപ്പൊ അവിടെ ബസ്സുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ അഥർവവേദത്തിൽ ഭൂമി സൂക്തത്തിൽ ഒരു വരിയുണ്ട്, അയം മാതാ പൃഥിവി പുത്രോഹം പൃഥിവ്യ. ഞാൻ ഈ ഭൂമിയെ എൻ്റെ അമ്മയായിട്ട് കാണുന്നു, ആ ഭൂമിയുടെ മകനാണ് ഞാൻ, ആ ഭൂമിയുടെ മകനാണ് ഞാൻ എന്ന ആ ഒരു ധന്യമായിട്ടുള്ള വീക്ഷണം. ഇന്നത്തെ മാതൃഭൂമിയിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി സുഷമ സ്വരാജിന്റെ കുറച്ച് കാര്യങ്ങളും ട്വിറ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ത്രീ എങ്ങനെ ധന്യമായിട്ട് പ്രതികരിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് തെളിവായിട്ടായിരിക്കാം സപ്ലിമെന്റിൽ സുഷമ സ്വരാജിന്റെ ഫോട്ടോ അതിഗംഭീരമായിട്ട് മാതൃഭൂമിയിൽ കൊടുത്തത്. കുറേ സ്ത്രീകൾ ജീവിതത്തിൽ വിജയിച്ചവരുടെ വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്നും അറിയണം, എത്ര പുരുഷ ദേവന്മാർ ഭാരതത്തിലുണ്ടോ അത്ര തന്നെ സ്ത്രീ ദേവതകളുമുണ്ട്. എത്ര പുരുഷ ദേവതാ ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ടോ അതിനേക്കാൾ കൂടുതൽ സ്ത്രീ ദേവതാ ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ശിവൻ എന്ന സങ്കല്പത്തിന് ചേർന്നതാണ് ശക്തി എന്ന സങ്കല്പം. ശിവശക്തിയായുക്തോ എന്ന് പറഞ്ഞിട്ടാണ് സൗന്ദര്യലഹരി ശങ്കരാചാര്യര് തുടങ്ങുന്നത് തന്നെ. ശിവൻ ഒറ്റയ്ക്ക് നിന്നാൽ അതിന് വലിയ എഫക്റ്റ് ഇല്ല. അർദ്ധനാരീശ്വര സങ്കല്പം. പുരുഷനോട് ചേർന്ന സ്ത്രീ നിൽക്കുമ്പോഴാണ് സമ്പൂർണത. അതേപോലെ ബ്രഹ്മാവിന്റെ ഒപ്പം സരസ്വതി, അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ ഒപ്പം ലക്ഷ്മി, ലക്ഷ്മി നാരായണ സങ്കല്പം, സീത രാമസങ്കല്പം, അതിൽ ഗൗരി ശങ്കര സങ്കല്പം. എന്ത് ഗംഭീരമായിട്ടാ സ്ത്രീകളുടെ പേര് ആദ്യം വരുന്നത്. ഗൗരി കഴിഞ്ഞിട്ടാ ശങ്കരൻ, ലക്ഷ്മി കഴിഞ്ഞിട്ടാ നാരായണൻ, സീത കഴിഞ്ഞിട്ടാണ് രാമൻ വരിക. ഇത്ര ഭംഗിയായിട്ടാണ് ആ സങ്കല്പം വന്നിരിക്കുന്നത് നോക്കാം. അപ്പൊ ആ സ്ത്രീയുടെ മഹത്വത്തെ ഉജ്ജ്വലമായിട്ട് നിലനിർത്താനും ചൈതന്യവത്തായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനും നമ്മളിൽ ഓരോരുത്തരും ആത്മബന്ധം, ആത്മീയ ബന്ധത്തിലൂടെ തന്നെ അത് ചെയ്യണം. ഇന്നലെ ശ്രീ നരേന്ദ്രമോദി ഒരു വരിയിൽ പറഞ്ഞിരിക്കുന്നത് പത്രത്തിൽ കണ്ടു. ഭാരതം ആത്മീയതയുടെ രാഷ്ട്രമാണ്. ഭാരതത്തിന്റെ ചൈതന്യം എന്ന് പറയുന്നത് ആത്മീയതയാണ്. അത് മതമല്ല. മതം ആരെങ്കിലും ഏതിനെങ്കിലും കുറിച്ച് എന്തോ പറഞ്ഞിരിക്കുന്നതാണ് മതം. റിലീജിയൻ ഈസ് ഡിഫറെന്റ് ഫ്രം സ്പിരിച്വാലിറ്റി. അപ്പൊ ആ സ്പിരിച്വാലിറ്റിയുടെ ആത്മീയതയിൽ ധന്യമായിട്ടുള്ളൊരു ബന്ധമാണ് സ്ത്രീകൾക്ക് ആത്മീയ ചൈതന്യം പകരുന്നത്. മാതൃസങ്കല്പം, മാതൃദേവോ ഭവ. പിതൃകർമ്മം നടത്തുമ്പോൾ കർക്കടകത്തിലെ കറുത്ത വാവിന് അമ്മയുടെ വംശത്തിൽ ജനിച്ചവർക്കാണ് ആദ്യം തർപ്പണം കൊടുക്കുക. മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവച ഗുരു ശുശുരബന്ധൂനാം ഏചാന്യേ ബാന്ധവാമൃത ഏമേ കുലേ ലുപ്തപിണ്ട പുത്രധാര വിവർജിത. ഭയങ്കരമായിട്ടുള്ള വരിയാണ്.
ഭയങ്കരം ഞാൻ ഉദ്ദേശിച്ചത് ധന്യമായിട്ടുള്ള എന്നർത്ഥത്തിലാണ്. മാതൃവംശീയ മൃതായിഷ്ട, അമ്മയുടെ വംശത്തിൽ ജനിച്ച് മരിച്ചവർക്ക് തർപ്പണം കൊടുക്കുമ്പോഴും മാതരം തർപ്പയാമി, മാതൃപിതാമഹം തർപ്പയാമി, മാതൃപ്രപിതാമഹം തർപ്പയാമി, മാതാമഹീം തർപ്പയാമി, മാതൃപിതാമഹീം തർപ്പയാമി എന്നാണ്. അമ്മയ്ക്ക് തർപ്പണം കൊടുത്ത അമ്മയുടെ അച്ഛന്, അവരുടെ അച്ഛന്, അമ്മയുടെ അമ്മയ്ക്ക്, അവരുടെ അമ്മയ്ക്ക്, അങ്ങനെയാണ് തർപ്പണം കൊടുക്കുക. അപ്പൊ ഈ അമ്മ എന്ന സങ്കല്പം എത്ര ധന്യമാണെന്ന് നോക്കാം. ആ അമ്മയെ സ്ത്രീകളിൽ കാണാൻ സാധിക്കാം, സ്ത്രീകളിൽ അമ്മയെ കാണാൻ സാധിക്കാം. ഒരു കാരണവശാലും സ്ത്രീകൾ പീഡിക്കപ്പെടില്ല. ഏതായാലും നമ്മളുടെ ജീവിതത്തിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ചില കേസുകളാണ് ഭാരതത്തിൽ നിന്ദ്യമായിട്ട് വരുന്നത്. അതുപോലും ഇല്ലാതെയാക്കാൻ സമൂഹം പ്രതികരിക്കട്ടെ, സമൂഹം ധന്യമായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്ന ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമിയിൽ വന്നത് കൂടി ഞാൻ ഇടയ്ക്ക് ഒന്ന് കാണിക്കട്ടെ. ഗായത്രി വീണ മീട്ടി 5 മണിക്കൂർ വിജയലക്ഷ്മി ദിഗ്വിജയ്. നിങ്ങളൊരു പക്ഷേ ഇത് കണ്ടു കാണാം. ഈ വിജയലക്ഷ്മി വിശ്വവിജയി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ണ് കാണാത്ത വിജയലക്ഷ്മി. ഒത്തിരി ലൈവ് ഷോയിൽ വന്നവര് വിരലുകൾ വിസ്മയ രാഗങ്ങൾ മീട്ടി ഗായിക വൈക്കം വിജയലക്ഷ്മി പുതുചരിത്രം എഴുതി 5 മണിക്കൂർ കൊണ്ട് 69 ഗാനങ്ങൾക്ക് ശ്രുതി മീട്ടി വിജയലക്ഷ്മി ലോക റെക്കോർഡിൽ ഇടം പിടിച്ചു. പിതാവ് വി മുരളീധരൻ പ്രത്യേകമായി ഒരുക്കിയ ഗായത്രി വീണയിലാണ് വിജയലക്ഷ്മിയുടെ വിരലുകൾ വിസ്മയം രചിച്ചത്. ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെയായിരുന്നു സംഗീത സദസ്സ്. ഗാനരചയിതാവ് വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ അതിനെക്കുറിച്ചുള്ള വിവരണമാണ്. കണ്ണ് കാണാത്ത വിജയലക്ഷ്മിക്ക് എന്നും സഹായകമായിരുന്നിരിക്കാൻ സാധ്യത അമ്മയും അച്ഛനുമാണ്. ആ മാതൃപിതൃ ബന്ധത്തിലൂടെ ലോകത്തെ വെളിച്ചം കാണാൻ സാധിക്കാത്ത വിജയലക്ഷ്മിക്ക് 5-6 മണിക്കൂർ കൊണ്ട് വിശ്വവിജയി പട്ടത്തിലേക്ക് എത്താൻ സാധിച്ചുവെങ്കിൽ ഈ ലോകത്തെ കാണാനുള്ള കണ്ണിന്റെ കാഴ്ചയില്ലാത്ത വ്യക്തിക്ക് പോലും ലോകത്തെ കീഴടക്കാൻ സാധിക്കുമെന്നൊരു വനിത, ഒരു പെൺകുട്ടി കാണിച്ചത് നമുക്കെല്ലാവർക്കും മാതൃകയാവട്ടെ. എഡിസണെ എഡിസണാക്കി മാറ്റിയത് അമ്മയാണ്. മഹാനായ ശിവജിയെ ശിവജിയാക്കി മാറ്റിയത് അമ്മയാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെ ആ ലെവലിലേക്ക് ആക്കിയത് പാത്രം കഴുകി ജോലിക്കാരിയായി ജീവിച്ച ഒരു അമ്മയാണെന്ന് വീൽ ചെയറിൽ അമ്മയെ പ്രധാനമന്ത്രിയുടെ വീടെല്ലാം കാണിച്ചു കൊടുത്ത സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി. ഈ ലോകത്തില് എന്നും നമുക്ക് അമ്മ എന്ന സങ്കല്പത്തില്, സ്ത്രീ എന്ന സങ്കല്പത്തില്, ശക്തിയുടെ പ്രതീകം എന്ന സങ്കല്പത്തില്, ഐശ്വര്യത്തിന്റെ പ്രതീകം എന്ന സങ്കല്പത്തില്, അറിവിന്റെ പ്രതീകം എന്ന സങ്കല്പത്തില്, ഭഗവത്ഗീതയില് വേദവ്യാസൻ പറഞ്ഞതുപോലെ എത്ര യോഗീശ്വര കൃഷ്ണോ, യോഗീശ്വരനായ കൃഷ്ണൻ എവിടെയാണോ ഉള്ളത്, എത്ര വാർത്തോ ധനുർധര, ധനുർധാരിയായിട്ടുള്ള അർജുനൻ എവിടെയാണോ ഉള്ളത്, ആത്മീയ ചൈതന്യത്തിന്റെ പ്രതീകമായിട്ടുള്ള ശ്രീകൃഷ്ണൻ, അതുപോലെ തന്നെ ശാസ്ത്ര ചൈതന്യത്തിന്റെ പ്രതീകമായിട്ടുള്ള അർജുനൻ എവിടെയാണോ ഉള്ളത്, തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർ മമ. 7 സ്ത്രീ ചൈതന്യമാണ് അവിടെ ഉള്ളത്. സ്ത്രൈണ ഭാവത്തിലൂടെ തത്ര അവിടെ, ശ്രീ ഐശ്വര്യം, വിജയം, അതുപോലെ തന്നെ ആനന്ദം, തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ ദൃഢനിശ്ചയം, നീതിർ നീതി ന്യായം, മതി ബുദ്ധിശക്തി, മമ എന്റേത് എന്ന ആത്മസ്നേഹത്തിന്റെ പ്രതീകമായിട്ടുള്ള വികാരം അത് അവിടെ ഉണ്ട്. ഇപ്പോ ധന്യമായിട്ടുള്ള പുരുഷ ചൈതന്യത്തെയും കൂടുതൽ ധന്യമാക്കുന്ന സ്ത്രൈണ ചൈതന്യമാണെന്ന് ഈ വനിതാ ദിവസത്തില് നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.